വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന ചൊല്ല് സാധാരണ പറയാറുണ്ട്. എന്നാൽ വേണമെങ്കിൽ ചക്ക പണി തരുമെന്നുകൂടി പറയേണ്ടി വരികയാണ് പന്തളത്തെ KSRTC ഡ്രൈവർമാർക്ക്. കാരണം വെള്ളിയാഴ്ച രാവിലത്തെ ഊതിക്കൽ പരിപാടിയിൽ പണി കൊടുത്തത് ഈ ചക്കയാണ്. വീട്ടിൽ നല്ല തേൻവരിക്ക ചക്ക മുറിച്ചപ്പോൾ അതിലൊരു പങ്ക് മറ്റു ജീവനക്കാർക്കു കൂടി കൊടുക്കാമെന്ന് കരുതിയാണ് രാവിലെ ഡ്യൂട്ടിക്കെത്തിയ കൊട്ടാരക്കര സ്വദേശിയായ ഡ്രൈവർ ചക്കച്ചുളയുമായി സ്റ്റാൻഡിലെത്തിയത്. നല്ല മണവും രുചിയും ഉള്ളതായിരുന്നു ചക്ക. വെറും വയറ്റിലാണെന്ന് ആലോചിക്കാതെ ഡ്യൂട്ടിക്ക് പോകും മുമ്പ് ഡ്രൈവർമാരിൽ ഒരാൾ 4-5 ചുള അകത്താക്കി. ഡിപ്പോയിലെ രാവിലത്തെ പതിവ് പരിപാടിയായ ഊതിക്കൽ തുടങ്ങിയപ്പോഴാണ് ചക്കയുടെ തനി സ്വഭാവം മനസ്സിലായത്. ബ്രെത്ത് അനലൈസർ 0-ൽ നിന്ന് കുതിച്ചുയർന്ന് 10-ലെത്തി. താൻ മദ്യപിച്ചില്ലെന്നും വേണമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നും അധികൃതരോട് ഡ്രൈവർ പറഞ്ഞു. എന്നാൽ മദ്യപിച്ചവരെ കണ്ടെത്താനുള്ള ഉപകരണത്തെ അവിശ്വസിക്കാനും വയ്യാത്ത അവസ്ഥയിലായി അധികൃതർ. ഒടുവിൽ സാമ്പിൾ പരിശോധന നടത്താമെന്നായി ജീവനക്കാർ. ഊതിക്കാൻ നിയോഗിച്ച ആൾ തന്നെ ആദ്യം ഊതിയപ്പോൾ 0. ചക്കച്ചുള കഴിച്ചു കഴിഞ്ഞ് ഊതിയപ്പോൾ തെളിഞ്ഞത് അദ്ദേഹവും മദ്യപിച്ചെന്ന് തെളിയിക്കുന്ന സംഖ്യ. ആദ്യ ഫലം 0-ലുള്ള പലരും ചുള കഴിച്ച് ഫിറ്റായപ്പോൾ വില്ലൻ ചക്ക തന്നെയാണെന്ന് അധികൃതർ ഉറപ്പിക്കുകയായിരുന്നു. നല്ല മധുരമുള്ള പഴങ്ങൾ പുളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പുളിക്കാൻ സഹായിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങൾ ചക്കപ്പഴത്തിലുണ്ട്.